എന്നാൽ കാരുണ്യ ബെനവലന്റ് ഫണ്ട് ചികിത്സാ പദ്ധതി വീണ്ടും അനിശ്ചിതത്വത്തിൽ. സർക്കാർ നീട്ടി നൽകിയ 3 മാസത്തെ കാലാവധി ഞായറാഴ്ച അവസാനിക്കും. കാലാവധി നീട്ടി നൽകാനുള്ള ഫയൽ ധനവകുപ്പിന് മുന്നിലെത്തിയിട്ടും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. 3 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് സഹായകരമാകുന്നതാണ് കാരുണ്യ ബെനവലന്റ് ഫണ്ട് പദ്ധതി. അവയവം മാറ്റിവയ്ക്കൽ, ഡയാലിസിസ്, ചെലവേറിയ ശസ്ത്രക്രിയകൾ അടക്കമുള്ളവയ്ക്കാണ് പലരും ചികിത്സാ പദ്ധതിയെ കൂടുതലായി ആശ്രയിക്കുന്നത്. പദ്ധതിയുടെ കാലാവധി കഴിഞ്ഞ സെപ്റ്റംബറിൽ അവസാനിച്ചതിനെ തുടർന്ന് വീണ്ടും 3 മാസത്തേക്ക് കൂടി ധനവകുപ്പ് നീട്ടി നൽകിയിരുന്നു. ഇതാണ് ഈ മാസം 31-ന് അവസാനിക്കുന്നത്. ഇക്കാര്യം വ്യക്തമാക്കി ആഴ്ചകൾക്ക് മുൻപ് തന്നെ ആരോഗ്യ ഏജൻസി ധനവകുപ്പിന് ഫയൽ നൽകിയിരുന്നു. എന്നാൽ ഇതുവരെ ഒരനക്കവുമില്ല. നേരത്തെ കാരുണ്യ ബെനവലന്റ് ഫണ്ട് പദ്ധതിയും കാരുണ്യ ചികിത്സാ പദ്ധതിയും സംയോജിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു. ഇക്കാര്യത്തിലും നീക്കുപോക്കുണ്ടായിട്ടില്ല. കാരുണ്യ ലോട്ടറിയിൽ നിന്നുള്ള പണം ഉപയോഗിച്ചാണ് പൂർണ്ണമായും കാരുണ്യ ബെനവലന്റ് ഫണ്ട് പദ്ധതി നടപ്പാക്കുന്നത്. അതേസമയം പദ്ധതി നടപ്പാക്കിയ വകയിൽ സ്വകാര്യ ആശുപത്രികൾക്കും സർക്കാർ ആശുപത്രികൾക്കും കോടികളുടെ കുടിശ്ശിക നൽകാനുണ്ട്. 100 കോടിയിലേറെ കുടിശ്ശികയുണ്ടെന്നാണ് പ്രാഥമിക കണക്ക്. ഒരുപാട് രോഗികൾക്ക് ഗുണകരമാകുന്ന കാരുണ്യ ബെനവലന്റ് ഫണ്ട് പദ്ധതിയാണ് ഇങ്ങനെ അനിശ്ചിതത്വത്തിൽ കുരുങ്ങിക്കിടക്കുന്നത്. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ നയപരമായ തീരുമാനം ഏറ്റവും എളുപ്പം ഉണ്ടാകേണ്ടതുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ PR പ്രവീണ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. PR പ്രവീണ നമുക്കൊപ്പം തത്സമയം എത്തുന്നു. വീണ്ടും പ്രവീണ, ഈ റിപ്പോർട്ടിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ നടപടി എടുക്കേണ്ട സമയമായി എന്ന് അറിയാഞ്ഞിട്ടല്ല, കാലാവധി പുതുക്കേണ്ട സമയമായി എന്ന് അറിയാഞ്ഞിട്ടല്ല, പിന്നെ എന്തുകൊണ്ടാണ് ഈ അമാന്തം? നേരത്തെ, അതായത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് ലോട്ടറി വരുമാനം ഉപയോഗിച്ചു കാരുണ്യ ബെനവലന്റ് ഫണ്ട്, അതായത് 3 ലക്ഷം രൂപ വരെ വരുമാന പരിധി ഉള്ളവർക്ക് പൈസ നൽകുന്നത്. അതായത് ചിലപ്പോൾ അത് അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്കായിരിക്കാം, ഡയാലിസിസ് തുടരെ ജീവിതാവസാനം വരെ ചെയ്യേണ്ട മനുഷ്യരുണ്ടാകാം. ഇവർക്കൊക്കെയാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപകരിച്ചിരുന്നത്. ആ പദ്ധതി സർക്കാർ വന്ന ശേഷം ലോട്ടറിയിൽ നിന്നുള്ള പണം വകമാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല, കാരുണ്യ പദ്ധതിയും, അതായത് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയും ഈ കാരുണ്യ ബെനവലന്റ് ഫണ്ട് പദ്ധതിയും സംയോജിപ്പിക്കുമെന്നായിരുന്നു നേരത്തെ ആരോഗ്യവകുപ്പ് പറഞ്ഞത്. എന്നാൽ അതിലും നീക്കുപോക്ക് ഉണ്ടായിട്ടില്ല. ഇതിനിടെയാണ് ഈ പദ്ധതിയുടെ കാലാവധി അവസാനിക്കുന്നത്. സാധാരണഗതിയിൽ 1 വർഷം വരെയാണ് നീട്ടി നൽകാറുള്ളത്. എന്നാൽ കഴിഞ്ഞ തവണ ഇതിൻ്റെ കാലാവധി അവസാനിച്ചപ്പോൾ മാധ്യമ വാർത്തകൾ വന്ന ശേഷമാണ് ഏറ്റവും ഒടുവിൽ, അതായത് പാക്കേജിൻ്റെ കാലാവധി തീരുന്ന അന്ന് ഈ പറഞ്ഞ പോലെ ധനവകുപ്പ് ഉത്തരവിറക്കി 3 മാസത്തേക്ക് കൂടി നീട്ടി നൽകുന്നത്. ആ നീട്ടി നൽകിയ ഉത്തരവ് ഈ 31-ന് അവസാനിക്കും. ഈ 31-ന് അവസാനിക്കുന്നതിന് മുൻപ്, 2 ആഴ്ചയ്ക്ക് മുൻപ് തന്നെ കേരള ഹെൽത്ത് ഏജൻസി, അവർക്കാണ് ഇതിൻ്റെ നടത്തിപ്പ് ചുമതലയുള്ളത്, അവർ കൃത്യമായി ഫയലും കത്തുമടക്കം ധനവകുപ്പിലേക്ക് നൽകിയിരുന്നു. ധനവകുപ്പിന് മുന്നിൽ കിട്ടിയിട്ടും ഇതുവരെ നടപടി എടുത്തിട്ടില്ല. എന്ന് മാത്രവുമല്ല, ഇത് നടപ്പാക്കിയ വകയിൽ, ഡയാലിസിസ് അടക്കം അവയവമാറ്റ ശസ്ത്രക്രിയ അടക്കം നടപ്പാക്കിയ വകയിൽ സ്വകാര്യ ആശുപത്രികൾക്കും സർക്കാർ ആശുപത്രികൾക്കും 100 കോടിയിലേറെ രൂപ കൊടുക്കാനുമുണ്ട്. ഇക്കാര്യത്തിലും സർക്കാർ ധനവകുപ്പ് അനങ്ങിയിട്ടില്ല. ഈ 31-ന് മുൻപ്, 31 എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇയർ എൻഡ് ആണ്, ആ ദിവസങ്ങൾക്കുള്ളിൽ അതിൻ്റെ പദ്ധതിയുടെ പുതുക്കി ഉത്തരവ് ഇറക്കിയില്ലെങ്കിലുള്ള പ്രശ്നം, ഇപ്പോൾ നിലവിൽ ചികിത്സ തേടുന്നതോ അല്ലെങ്കിൽ ഈ പദ്ധതിയുടെ കീഴിൽ ചികിത്സയിൽ കഴിയുന്നതോ ആയ ആളുകൾക്ക് പുതിയ ബില്ല് സമർപ്പിക്കാൻ കഴിയില്ല. അവരുടെ കയ്യിൽ നിന്ന് പൈസ ഈടാക്കുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ആഴ്ചകൾക്ക് മുൻപ് തന്നെ ഇക്കാര്യം അറിയിച്ചത്. എന്നാൽ ധനവകുപ്പ് ഇക്കാര്യത്തിൽ മിണ്ടുന്നേയില്ല. ഓക്കെ, ഇക്കാര്യത്തിൽ സർക്കാരിന്റെ മറുപടി എന്താണ് എന്നുള്ള പ്രതികരണങ്ങളിലേക്ക് കൂടി നമുക്ക് പോകാം. കാരണം സാധാരണക്കാർക്ക് പ്രയോജനം കിട്ടേണ്ട ഒരു പദ്ധതിയാണ് ഇങ്ങനെ അനിശ്ചിതത്വത്തിൽ നിൽക്കുന്നത്. PR പ്രവീണയാണ് വാർത്തയുടെ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.